ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ്. തൃശൂർ പട്ടണത്തിൽ നിന്ന് 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുമാറി ഗുരുവായൂർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. എന്നിരുന്നാലും ഭഗവാന്റെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തികളിലൊരാളാണ്. പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നേടാൻ, ആത്മീയ ശുദ്ധി നേടാൻ, ഐശ്വര്യവും സമൃദ്ധിയും നേടാൻ എന്നിവയ്ക്കായി ആണ് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ ആളുകൾ എത്തുന്നത്. തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് നടത്താൻ സാധിക്കുന്ന നിരവധി വഴിപാടുകളുണ്ട്. ഓരോ വഴിപാടിനും അതിൻ്റെതായ പ്രാധാന്യവും ഫലവുമുണ്ട്. കൊട്ടുമില്ല, കുഴലുമില്ല, നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നീ കുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പാ രഹസ്യം. ക്ഷേത്രത്തിന്റെ ചരിത്രം. ഭഗവാൻ ബ്രഹ്മാവ് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ഈ സ്ഥലത്ത് തപസ്സു ചെയ്തു എന്നാണ് ഐതിഹ്യം. ഭഗവാൻ വിഷ്ണു ബ്രഹ്മാവിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിൽ തന്റെ അവതാരമായ ഭഗവാൻ കൃഷ്ണനെ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭഗവാൻ പരശുരാമൻ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന പവിത്രമായ ഗന്ധകശിലയിൽ നിർമ്മിച്ച ഒരു വിഗ്രഹം സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ. ഗുരുവായൂർ ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യാ ശൈലിക്കും ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം 4 കോണ ആകൃതിയിലുള്ളതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹത്തിന് വിപരീതമായി ക്ഷേത്രത്തിന്റെ ഗോപുരം 7 നിലകളുള്ളതാണ്. ഓരോ നിലയിലും സുന്ദരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദിവസവും നിരവധി ആചാരങ്ങൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം ഉച്ചപൂജയാണ്. രാവിലെ പകൽ 11 മണി കഴിഞ്ഞ് 30 മണിക്ക് നടക്കുന്നു. മറ്റു പ്രധാന ആചാരങ്ങളിൽ അത്താഴപൂജ, നിർമ്മാല്യം, പുഷ്പാഭിഷേകം എന്നിവയാണ്. ക്ഷേത്രത്തിൽ വർഷം മുഴുവനും നിരവധി ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആട്ടവിളക്കാണ്. ഇത് ചിങ്ങം മാസത്തിൽ. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി. ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഭക്തർക്ക് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ദർശനം, പ്രാർത്ഥന, പൂജകൾ എന്നിവ വഴി ഭക്തർക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും ആത്മീയ ശുദ്ധി നേടാനും സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ അന്തരീക്ഷം ഭക്തർക്ക് സമാധാനവും സന്തോഷവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.